ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബുക്കിൻ്റെ പേര് എ സ്ട്രീറ്റ് കാർ നെയിംഡ് ഡിസയർ. അതൊരു നാടകമാണ് കേട്ടോ, അതൊരു പ്ലേ ആണ്. അത് എഴുതിയിരിക്കുന്നത് ടെന്നസി വില്യംസ്, എഴുതിയ വർഷം 1947. ഓക്കെ, അപ്പോൾ എ സ്ട്രീറ്റ് കാർ നെയിംഡ് ഡിസയർ അതാണ് നാടകത്തിൻ്റെ പേര്. കഥ നടക്കുന്നത് ന്യൂ ഓർലീൻസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ബ്ലാഞ്ചെ ഡുബോയ്സ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. ആ പേരിൻ്റെ പ്രൊനൗൺസിയേഷൻ അത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, വ്യത്യാസം ഉണ്ടാവും. ബ്ലാഞ്ചെ ഡുബോയ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ത്രീയുടെ ഡൗൺഫോൾ, അതാണ് കഥ. ബ്ലാഞ്ചെ ഡുബോയ്സ് താമസിക്കുന്നത് സൗത്തിലാണ്. ബ്ലാഞ്ചെ ഡുബോയ്സിൻ്റെ പാസ്റ്റ് ലൈഫ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ മാനസികാരോഗ്യം, റിലേഷൻഷിപ്സ്, ബന്ധങ്ങൾ, ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് റിയൽ ആൻഡ് വാട്ട് പീപ്പിൾ ഇമാജിൻ. എന്താണ് ഈ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, എന്താണ് ആളുകൾ ചിന്തിക്കുന്നത്, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ ടോപ്പിക്കുകളാണ് ഈ നാടകത്തിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ടോപ്പിക്സ്? മെൻ്റൽ ഹെൽത്ത്, റിലേഷൻഷിപ്സ്, ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് റിയൽ ആൻഡ് വാട്ട് പീപ്പിൾ ഇമാജിൻ. അപ്പോൾ കഥ വരുന്നത് ഇങ്ങനെയാണ്. ബ്ലാഞ്ചെ ഡുബോയ്സ് ന്യൂ ഓർലീൻസിൽ എത്തുന്നു. ബ്ലാഞ്ചെ ഡുബോയ്സ് ന്യൂ ഓർലീൻസിലേക്ക് വരുന്നതിനൊരു പർപ്പസ് ഉണ്ട്. ബ്ലാഞ്ചെ ഡുബോയ്സിൻ്റെ സിസ്റ്ററിനെ കാണാൻ വേണ്ടിയിട്ടാണ്. സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെയും കാണാൻ വേണ്ടിയിട്ടാണ്. സിസ്റ്ററിൻ്റെ പേര് സ്റ്റെല്ല, ഹസ്ബൻഡിൻ്റെ പേര് സ്റ്റാൻലി കൊവാൽസ്കി. ബ്ലാഞ്ചെ ഡുബോയ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ബ്ലാഞ്ചെ ഡുബോയ്സ് ഒരു വെൽത്തി ഫാമിലിയിൽ നിന്നാണ്. വെൽത്തി ഫാമിലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്ല, പക്ഷെ പണ്ട് അത് വെൽത്തി ഫാമിലി ആയിരുന്നു. അതിൽ നിന്നാണ് വരുന്നത്. പക്ഷേ അവർക്കിപ്പോൾ എല്ലാം നഷ്ടമായി, അവരുടെ വീടടക്കം നഷ്ടമായി. ബ്ലാഞ്ചെ ഡുബോയ്സ് സ്റ്റെല്ലയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ബ്ലാഞ്ചെ ഡുബോയ്സ് ഒരു സ്ട്രീറ്റ് കാർ എടുത്തു. സ്ട്രീറ്റ് കാറിൻ്റെ പേരാണ് ഡിസയർ. ഓക്കെ, ആ കാർ എടുത്തു. എന്തിനാണത് എടുത്തത്? അവളുടെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ അത് സിംബലൈസ് ചെയ്യുന്നത് അവളുടെ തന്നെ ആഗ്രഹങ്ങൾ, അവളുടെ തന്നെ ഡിസയേഴ്സ്, അവളുടെ തന്നെ ജീവിതത്തിൽ അവൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് ആണ് അത് സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി സ്റ്റെല്ലയുടെ സൈഡ് പറയുകയാണെങ്കിൽ, സ്റ്റെല്ലയും സ്റ്റാൻലിയും താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ കണ്ടിട്ട് ബ്ലാഞ്ചെ ഷോക്കാവാണ്. അതൊരു സ്മോൾ ആയിട്ടുള്ള ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് ആണ്, അത് ക്രാംഡ് അപ്പാർട്ട്മെൻ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ സ്റ്റെല്ലയുടെ ഹസ്ബൻഡായ സ്റ്റാൻലിനെ പറ്റി പറയുകയാണെങ്കിൽ, സ്റ്റാൻലി ഭയങ്കര റഫായിട്ടുള്ള ഒരാളാണ്, ഒരു അഗ്രസീവായിട്ടുള്ള ആളാണ്. അങ്ങനെയാണ് ആൾ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളുടെ ബ്ലാഞ്ചെ ഡുബോയ്സ് ഷോക്ക്ഡ് ആവാണ്. സ്റ്റാൻലിയുടെ സൈഡ് പറയുകയാണെങ്കിൽ, സ്റ്റാൻലിക്ക് ബ്ലാഞ്ചെ ഡുബോയ്സിന് വിശ്വാസമില്ല, ട്രസ്റ്റ് ഇല്ല. എന്നിട്ട് ബ്ലാഞ്ചേനെ സംശയിക്കാൻ തുടങ്ങി. അവളെന്തോ ഒളിക്കുന്നുണ്ട് എന്ന് സ്റ്റാൻലി സംശയിക്കാൻ തുടങ്ങി. സമയം കഴിയും തോറും സ്റ്റാൻലിയുടെ സംശയങ്ങൾ കൂടാണ് ചെയ്യുന്നത്. ബ്ലാഞ്ചെ മറ്റുള്ളവരുടെ മുമ്പിൽ പൊളൈറ്റ് ആണ്, ഇന്നസെൻ്റ് ആണ് എന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാവുന്നു, ബ്ലാഞ്ചയുടെ പാസ്റ്റ് ലൈഫിൽ മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു. ബ്ലാഞ്ചയുടെ ഫാമിലിക്ക് അവരുടെ പണം നഷ്ടപ്പെട്ടു, ബ്ലാഞ്ചയുടെ ജോലി നഷ്ടപ്പെട്ടു, അവളുടെ ഒരു ഗുഡ് നെയിം പോയി ബിക്കോസ് ഓഫ് ഹർ റിലേഷൻഷിപ്സ് വിത്ത് ഡിഫറെൻറ്റ് മെൻ. ബ്ലാഞ്ചെ ഡുബോയ്സിന് പല മെന്നുമായിട്ട് റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു. അതായത് ബ്ലാഞ്ചയുടെ പാസ്റ്റ് ഒരു നല്ല ഇതായിരുന്നില്ല, കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ബ്ലാഞ്ചയ്ക്ക് ഭയങ്കര ഹേർട്ട് ആയി. ബ്ലാഞ്ചെ ഡുബോയ്സിൻ്റെ യങ് ആയിട്ടുള്ള ഹസ്ബൻഡ് മരിക്കുക വരെ ചെയ്തിട്ടുണ്ട്. ആ യങ് ഹസ്ബൻഡ് ബ്ലാഞ്ചേനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം കാരണം ബ്ലാഞ്ചെ ഇവിടെ ഒരുപാട് ഹേർട്ട് ആവുന്നുണ്ട്. സ്റ്റാൻലി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ബ്ലാഞ്ചയുടെ ഹോം ടൗൺ ഉപേക്ഷിച്ച് അവരുടെ അടുത്തേക്ക് വന്നതിൻ്റെ കാരണം ബ്ലാഞ്ചയുടെ പാസ്റ്റ് ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ കാരണമാണ്. അപ്പോൾ സ്റ്റാൻലി ബ്ലാഞ്ചയുടെ അടുത്ത് സംസാരിക്കുന്നു അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ബ്ലാഞ്ചയുടെ മെൻ്റൽ സ്റ്റേറ്റ് കുറച്ചും കൂടി വേഴ്സ് ആവുന്നു. ബ്ലാഞ്ചയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു മിച്ച് എന്ന് പറയുന്ന ഒരാളായിട്ട്. അത് സ്റ്റാൻലിയുടെ ഒരു ഫ്രണ്ട്സിൽ ഒരാളാണ് മിച്ച്. എന്നിട്ട് ബ്ലാഞ്ചെ ഇവിടെ മിച്ചിനെ മാരി ചെയ്യുന്നതിനെ പറ്റി ഡ്രീം ചെയ്യുന്നു. എന്നിട്ട് ബ്ലാഞ്ചയുടെ ട്രബിൾഡ് പാസ്റ്റ് ലൈഫിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതിനെ പറ്റി ഡ്രീം ചെയ്യുന്നു. പക്ഷേ സ്റ്റാൻലി മിച്ചിൻ്റെ അടുത്ത് ബ്ലാഞ്ചയുടെ പാസ്റ്റ് ലൈഫിലുണ്ടായ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആവുന്നു.
ഫൈനൽ സീനിൽ നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത് സ്റ്റാൻലിയുടെ അഗ്രഷനാണ്. സ്റ്റാൻലിയുടെ അഗ്രഷൻ ഭയങ്കരമായിട്ട് കൂടുന്നു. എന്നിട്ട് സ്റ്റാൻലി ബ്ലാഞ്ചിനെ റേപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവം കൊണ്ട് ബ്ലാഞ്ച് ഭയങ്കരമായിട്ട് മെൻ്റലി ബ്രേക്ക് ഡൗൺ ആവുന്നു. സ്റ്റെല്ല ഇപ്പോൾ ഓൾറെഡി പ്രഗ്നൻ്റ് ആണ്. സ്റ്റെല്ല ഉണ്ടായ സംഭവങ്ങളെല്ലാം അറിയുമ്പോൾ, ബ്ലാഞ്ചയുടെ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ സ്റ്റെല്ല അത് വിശ്വസിക്കുന്നില്ല. സ്റ്റെല്ല ഈ സ്റ്റാൻലി അസോൾട്ട് ചെയ്തതൊക്കെ പറയുമ്പോൾ സ്റ്റെല്ല ഒന്നും വിശ്വസിക്കില്ല. സ്റ്റെല്ല സ്റ്റാൻലിയുടെ സൈഡിൽ നിൽക്കുന്നു. ലാസ്റ്റ് എന്തുണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാഞ്ച് ബോയ്സിനെ മെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടാക്കുന്നതാണ്. ഇനി ഇതിലെ മെയിനായിട്ടുള്ള തീംസ് പറയുകയാണെങ്കിൽ ഒന്ന് ഫാൻറ്റസി വേഴ്സസ് റിയാലിറ്റിയാണ്. ഇവിടെ ബ്ലാഞ്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫാൻറ്റസിയാണ്. ബ്ലാഞ്ച് വേൾഡ് ഓഫ് ഇല്യൂഷനിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഹാർഷ് റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട്. അവളല്ലാത്തൊരു സംഭവം ആണ് എന്ന് അങ്ങനെ തെളിയിക്കാൻ അവൾ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ ശരിക്കും അല്ല അത്. അവളുടെ പാസ്റ്റിനെ പറ്റി, അവളുടെ ഏജിനെ പറ്റിയൊക്കെ അവൾ കള്ളം പറയുന്നുണ്ട്. അപ്പോൾ അവളെ തന്നെ ഒരു റീഫൈൻഡ് ഇമേജ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളതല്ല. സ്റ്റാൻലി ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്ന റിയാലിറ്റിയാണ്. സ്റ്റാൻലി ഭയങ്കര ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ്, ഹാർഷാണ്. സത്യം ഫേസ് ചെയ്യാനായിട്ട് പേടിയില്ലാത്ത ഒരാളാണ്. എന്ത് അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഇതാണെങ്കിലും സത്യമായിട്ട് തന്നെ പറയും. ഇവിടെ ഫാൻറ്റസി റിയാലിറ്റി തമ്മിലൊരു ക്ലാഷ് വരുന്നുണ്ട്. ഫാൻറ്റസി ബ്ലാഞ്ച്, റിയാലിറ്റി സ്റ്റാൻലി, അവർ തമ്മിലൊരു ക്ലാഷ് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ സെൻട്രൽ പാർട്ട് ഓഫ് ദി സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഫസ്റ്റ് തീം. സെക്കൻഡ് തീം ഡിസയർ ആൻഡ് ഡിസ്ട്രക്ഷൻ ആണ്. ഈ പ്ലേയിലെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഡ്രൈവ് ചെയ്യുന്നൊരു സംഭവമാണ് ഡിസയർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബ്ലാഞ്ച് അവളുടെ ഡിസയേഴ്സ് എല്ലാം ഒരിക്കൽ ഫോളോ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അവൾക്ക് ഡൗൺഫോൾ സംഭവിച്ചത്. അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു. അവൾക്ക് ഒരുപാട് മെന്നായിട്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു. സ്റ്റാൻലിയുടെ ഡിസയേഴ്സ് ഫിസിക്കലാണ്. അതുകൊണ്ടാണ് അഗ്രസീവ് ആയിട്ട് സ്റ്റാൻലി മാറുന്നത്. പക്ഷേ സ്റ്റെല്ലയുടെ ആഗ്രഹം ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ്, സ്റ്റെല്ലയുടെ ഡിസയർ എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റാൻലി. അതുകൊണ്ട് സ്റ്റെല്ല സ്റ്റാൻലിയായിട്ട് ടൈ ആയിട്ട് നിൽക്കുന്നു, ഈവൻ ദോ ഹി മിസ്ട്രീറ്റ്സ് ഹർ. ഈ നാടകത്തിലെ ഈ പ്ലേയിലെ ഡിസയർ എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷനിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് തീം എന്ന് പറയുന്നത് ലോൺലിനെസ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് ആണ്. ബ്ലാഞ്ച് ഇവിടെ ലോൺലിയാണ്. ബ്ലാഞ്ചയ്ക്ക് ഇവിടെ സ്നേഹം വേണം, സെക്യൂരിറ്റി വേണം. പക്ഷേ അത് തരാനായിട്ട് ആരുമില്ല ബ്ലാഞ്ചയ്ക്ക്. ബ്ലാഞ്ചയുടെ പാസ്റ്റും ബ്ലാഞ്ചയുടെ മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റിയും ഒരുപാട് വേഴ്സായിട്ട് മാറും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ. അവളുടെ ഇല്യൂഷൻസ് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യാണ്, അവളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഫ്രം റിയാലിറ്റി. പക്ഷെ അവസാനം സംഭവിക്കുക അവളുടെ മെൻ്റൽ സ്റ്റേറ്റ് കംപ്ലീറ്റ്ലി ക്രംബിൾ ആവാണ്. ഈ പ്ലേ ഇവിടെ കാണിക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ ട്രോമ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ലോൺലിനെസ് അതെല്ലാം ഒരാളുടെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതാണ് മെയിനായിട്ടുള്ള തീംസ് എന്ന് പറയുന്നത്. ഞാനിവിടെ എല്ലാ തീംസും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇതിലെ ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ മെയിൻ ക്യാരക്ടർ ബ്ലാഞ്ച് ബോയ്സ്. ബ്ലാഞ്ച് ഫ്രജൈലാണ്, ഇമോഷണലി മെൻ്റലി ബ്ലാഞ്ച് ഫ്രജൈലാണ്. അവളുടെ ലൈഫ് ഈസ് ഫിൽഡ് വിത്ത് ഫുൾ ഓഫ് ഡിസപ്പോയിൻമെൻറ്റ്സ് ആണ്. അവളുടെ പാസ്റ്റിൽ നിന്ന് അവൾ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, വേറൊരാളാണ് എന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട്. ബ്ലാഞ്ച് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓൾ ദ സദേൺ വാല്യൂസ് ഓഫ് റിഫൈൻമെൻ്റ് ആണ്, ചാമാണ്, ബട്ട് ഈസ് അൾട്ടിമേറ്റ്ലി ഡിസ്ട്രോയിഡ് ബൈ റിയാലിറ്റി. നെക്സ്റ്റ് ക്യാരക്ടർ സ്റ്റാൻലി കൊവാൽസ്കി. സ്റ്റാൻലി സ്ട്രോങ് ആണ്, ഫിസിക്കലാണ് ആൻഡ് റെപ്രസെൻറ്റ്സ് റോ റിയാലിറ്റി. അദ്ദേഹം ഒന്നും ഒളിക്കില്ല കേട്ടോ. അദ്ദേഹത്തിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും അദ്ദേഹം ഒളിക്കില്ല. അദ്ദേഹം സ്ട്രെയിറ്റ് ഫോർവേഡാണ്, പക്ഷേ അഗ്രസീവാണ്, എംപതി ഇല്ല. അതുകൊണ്ട് അവനാണ് ബ്ലാഞ്ചയുടെ ലൈഫ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഹിസ് ലാക്ക് ഓഫ് എംപതി മേക്ക് ഹിം എ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് ഇൻ ബ്ലാഞ്ചസ് ലൈഫ്. നെക്സ്റ്റ് സ്റ്റെല്ല ശരിക്കും ഇവിടെ പെട്ടെടുക്കാണ്. സ്റ്റെല്ലാസ് ലവ് ഫോർ സ്റ്റാൻലി ആൻഡ് ഹർ ലോയാലിറ്റി ടു ബ്ലാഞ്ച്. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റെല്ല പെട്ടെടുക്കാണ്. സ്റ്റെല്ല ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്റ്റെല്ല ഒരു മിഡിൽ ഗ്രൗണ്ടിൽ നിന്നാണ്. പക്ഷേ സ്റ്റെല്ലയ്ക്ക് സ്റ്റാൻലിനെ ഇഷ്ടമാണ്. അവൾ സ്റ്റാൻലിനെ വിശ്വസിക്കാൻ കൂടുതൽ ശ്രമിക്കുന്നുണ്ട് ബ്ലാഞ്ചിനേക്കാളും, ഈവൺ ആഫ്റ്റർ ബ്ലാഞ്ചേഴ്സ് മെൻ്റൽ ബ്രേക്ക് ഡൗൺ. എന്നിട്ടും സ്റ്റെല്ല സ്റ്റാൻലിനെയാണ് വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് ക്യാരക്ടർ മിച്ച് സ്റ്റാൻലിയുടെ ഫ്രണ്ട്സിൽ ഒരാളാണ്. ബ്ലാഞ്ചയുടെ ലാസ്റ്റ് ഹോപ്പ് ഫോർ സ്റ്റെബിലിറ്റി ആയിരുന്നു മിച്ച്. ഇദ്ദേഹം കൈൻഡാണ്, ഇദ്ദേഹത്തിന് ബ്ലാഞ്ചിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ സത്യം മനസ്സിലാക്കിയപ്പോൾ, അതായത് ബ്ലാഞ്ചയുടെ പാസ്റ്റ് ലൈഫിനെ പറ്റി അറിഞ്ഞപ്പോൾ അവളെ റിജക്റ്റ് ചെയ്യുന്നു.
സിമ്പിൾസ് പറയുകയാണെങ്കിൽ സിമ്പിൾസ് ദ സ്ട്രീറ്റ് കാർ നെയിംഡ് ഡിസയർ. സ്ട്രീറ്റ് കാർ ഇവിടെ ഒരു സിമ്പിളാണ്. ബ്ലാഞ്ചയുടെ സ്ട്രീറ്റ് കാറ് അത് ഓടിച്ചിട്ടാണ് ബ്ലാഞ്ചെ സ്റ്റെല്ലയുടെ ഹോമിൽ എത്തുന്നത്. അത് സിംബോളിക്കായിട്ട് കാണിക്കുന്നത് ഹൗ ഡിസയർ ഡ്രൈവ്സ് പീപ്പിൾ ഇൻ ദ പ്ലേ. ഡിസയർ ലീഡ്സ് ബ്ലാഞ്ചെ ടു ഹർ ഡൗൺഫോൾ. ബ്ലാഞ്ചയുടെ ഡിസയറാണ് അവളുടെ തന്നെ ഡൗൺഫോളിന് കാരണം. ജസ്റ്റ് ആസ് എ സ്ട്രീറ്റ് കാർ ലീഡ്സ് ഹർ ടു ട്രാജിക് ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി. നെക്സ്റ്റ് സിമ്പലിൽ ലൈറ്റ് ആൻഡ് ഷാഡോസ് ആണ്. ബ്ലാഞ്ചെ ഇവിടെ കോൺസ്റ്റൻ്റ്ലി ബ്രൈറ്റ് ലൈറ്റ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവളുടെ ട്രൂ ഏജ് അത് റിവീൽ ചെയ്യുന്നുണ്ട്. അവളുടെ ട്രബിൾഡ് പാസ്റ്റ് അത് റിവീൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ലൈറ്റ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്ന സത്യമാണ്. ആൻഡ് ബ്ലാഞ്ചെ ഇവിടെ ഷാഡോസിൽ ഒളിക്കുന്നുണ്ട്. അത് കാണിക്കുന്നത് വിച്ച് സിംബലൈസ് ഇല്യൂഷൻ ആൻഡ് ഡീനിയലാണ്. അപ്പോൾ ഈ പ്ലേക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ടെൻഷനാണ്. ഒരു ടെൻഷൻ ബിറ്റ്വീൻ ദ വേൾഡ് ഓഫ് ഇല്യൂഷൻസ് ദറ്റ് പീപ്പിൾ ക്രിയേറ്റ് ടു പ്രൊട്ടക്ട് ദംസെൽവ്സ് ആൻഡ് ദ ഹാർഷ് ട്രൂത്ത്സ് ഓഫ് റിയാലിറ്റി. എന്താണ് യാഥാർത്ഥ്യം? പിന്നെ നമ്മളെ തന്നെ ഫേക്കായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക. അതും എന്താണ് റിയാലിറ്റി അതും. ദ ടെൻഷൻ ബിറ്റ്വീൻ ദ വേൾഡ് ഓഫ് ഇല്യൂഷൻസ് ദറ്റ് പീപ്പിൾ ക്രിയേറ്റ് ടു പ്രൊട്ടക്ട് ദംസെൽവ്സ്. നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേൾഡ് ഓഫ് ഇല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും. അതല്ല സത്യം. ഓക്കെ, റിയാലിറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത് അതാണ് സത്യം. ബ്ലാഞ്ചീസ് ഡൗൺഫോൾ ഇവിടെ കാണിക്കുന്നത് ഹൗ എസ്കേപ്പിംഗ് റിയാലിറ്റി ത്രൂ ലൈസ് ആൻഡ് ഫാൻറ്റസീസ് ക്യാൻ ലീഡ് ടു ഡിസ്ട്രക്ഷൻ. നമ്മളുടെ റിയാലിറ്റി എന്താണോ അവിടെ നമ്മൾ എത്രത്തോളം നുണ പറഞ്ഞാലോ എത്രത്തോളം ഫാൻറ്റസി വേൾഡിൽ ജീവിക്കാൻ ശ്രമിച്ചാലോ അത് തന്നെ നമ്മളെ ഡിസ്ട്രക്ഷനിലേക്ക് നയിക്കും. സ്റ്റാൻലീസ് ട്രയംഫ് അറ്റ് ദ എൻഡ് ഷോസ് ദ ബ്രൂട്ടൽ പവർ ഓഫ് റിയാലിറ്റി. ഇവിടെ സ്റ്റാൻലി ആണ് ഈ പ്ലേയുടെ അവസാനം വിജയിക്കുന്നത്. ഓക്കെ, അത് കാണിക്കുന്നത് യാഥാർത്ഥ്യം റിയാലിറ്റി എന്താണോ അതിൻ്റെ ഒരു ബ്രൂട്ടൽ പവറാണ്. പ്ലേ ഓൾസോ ബ്രിങ് അറ്റൻഷൻ ടു ദ ഇഷ്യൂസ് ലൈക്ക് മെൻ്റൽ ഇൽനെസ്, ലോൺലിനെസ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് സൈഡ് ഓഫ് ഡിസയർ. ചില കാര്യങ്ങളെ ഈ പ്ലേ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ നാടകത്തിൻ്റെ അവസാനം, നാടകത്തിൻ്റെ പേര് നമുക്കറിയാം, സ്ട്രീറ്റ് കാർ നെയിംഡ് ഡിസയർ. അതിൻ്റെ അവസാനം കാണിക്കുന്നത് ഈ ഫ്രജൈലായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ക്യാൻ ബി faced with reality, how difficult it is to hold on to illusions in a world that often tears them down. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എ സ്ട്രീറ്റ് കാർ നെയിംഡ് ഡിസയർ. ഇതിൻ്റെ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതൊരു ഡീറ്റെയിൽഡ് സമ്മറി വീഡിയോ ആയിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതൊരു ഡീറ്റെയിൽഡ് സമ്മറി വീഡിയോ അല്ല. ഇതൊരു നോൺ ഡീറ്റെയിൽഡ് ക്വിക്കായിട്ടുള്ള എക്സാം പ്രെപ്പ് വീഡിയോ ആയിട്ട് കണക്കാക്കിയാൽ മതി. ഇനി എന്തെങ്കിലും ഈ പ്ലേനെ പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.